ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റാംബോൾ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 5 ആണ്. അപ്പോൾ എപ്പിസോഡ് 4 കണ്ടിട്ടില്ലാത്തവർ പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അത് കണ്ടാൽ മാത്രമേ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പെട്ടെന്ന് തന്നെ പോയി കണ്ടേക്കത്. അപ്പോൾ നമ്മൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ബുൽമയും മൂലവും ആ ഒരു ഗോഗും കൂടി ബോട്ടിനകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉലോവിന് നല്ലോണം പേടിയാവുന്നുണ്ട്. ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോഗു അവനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഇരുത്തുന്നുണ്ട്. ആശ്വസിപ്പിച്ചിങ്ങനെ ഇരുത്തിയതിന് ശേഷമാണ് നമ്മുടെ ബുൽമ പറയുന്നത് അടുത്തായിട്ട് നമ്മൾ ആ ഒരു വഴിയാണ് പോകേണ്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആ ഒരു മരുഭൂമി വഴിയാണ് പോകേണ്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മരുഭൂമി വരിക അവിടെ ഒരു ഭീകരജീവി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ ഏതെങ്കിലും വഴി കൂടെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ഉലോ. അപ്പം നമ്മുടെ ബുൽമ പറയുന്നുണ്ട് ഇല്ല, നമുക്ക് ആ ഒരു വഴി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ ഈ രാത്രിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വെള്ളത്തിലോട്ട് മീനെ പോലെ ആക്കിയിട്ട് അങ്ങ് ചാടുകയാണ്. എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിയെന്ന് പറയുകയാണ് ഗോകുവിൻ്റെ അടുത്ത്. ഗോകു അപ്പം തന്നെ ഡ്രസ്സും മാറിയതിന് ശേഷം വെള്ളച്ചടി ഞാൻ അവനെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ചാടുകയാണ്. നമ്മുടെ ഊലോവിനാണെങ്കിൽ കുറേ പേടിയൊക്കെ ആവുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുമ്പോഴാണ് ഗോകു ഇന്ന് കാണുന്നത്. അപ്പം തന്നെ ഊലോം കയറി ഒരു പായലിൻ്റെ ഇടയ്ക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. ഗോകു വന്നതിന് ശേഷം നോക്കുമ്പോൾ അവിടെ അങ്ങ് ഊലോവിനെ കാണാത്തതുകൊണ്ട് തിരിച്ചു കയറി പോവാണ്. അപ്പം നമ്മുടെ ബുൽമ പറയുകയാണ് എൻ്റെ ഒരു വഴിയുണ്ടെന്നും പറഞ്ഞതിന് ശേഷം അവളുടെ ഒരു ഇന്നർ എടുത്തതിന് ശേഷം ചൂണ്ടയ്ക്കകത്ത് കൊളുത്തി വെള്ളത്തിനോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തന്നെ കൃത്യമായിട്ട് ഊലോം അതങ്ങ് പിടിച്ച് മണ്ടയിലോട്ട് കയറുകയാണ്. അപ്പം അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഊലോമിനെ പിടിച്ച് ആ ഒരു ബോട്ടിനകത്തോട്ട് ഇടുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ബോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊലോമിനും ഗോകുലും ഭയങ്കര വിശപ്പ് എടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഊലോമിന് മാത്രമായിട്ട് ബുൽമ ഒരു ഗുളിക കൊടുക്കും. എന്നുവെച്ചാൽ പറയുന്നുണ്ട് ഇതിനൊക്കെ വിറ്റാമിനും പ്രോട്ടീനും ഗ്ലൂക്കോസൊക്കെ തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിനക്കൊരു റിലാക്സേഷൻ തരുന്നുണ്ട്. ഈ ശരി ഞാൻ ഇത് കഴിച്ചോളാമെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഊലോമിന് നല്ല റിലാക്സൊക്കെ ആവുന്നുണ്ട്. അപ്പം ഗോകു ചോദിക്കുകയാണ് എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, എനിക്കും തരൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ബുൽമ പറയാണ് അതെൻ്റെ ഒരു ഗുളികയെ ഉള്ളായിരുന്നു, അതുകൊണ്ട് നിനക്കിനി തരാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്നതാണ് നമ്മുടെ ബുൽമ. അപ്പം തന്നെ അവിടെ ആ ബോട്ടങ്ങ് നിൽക്കുകയാണ്. കാരണം അതിനകത്തുള്ള ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുൽമയും ഗോകുവും ഊലോവും അവിടെ കടലിൽ നിൽക്കുകയാണ്. ആ കടലിലെ കായൽ പോലത്തെ സ്ഥലം. അപ്പം തന്നെ ഊലോമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതിനകത്തോട്ട് ഗ്യാസ് നിറച്ചാലേ നമുക്കിനി പോകാൻ പറ്റത്തുള്ളൂ. ഊലോം ഇപ്പോൾ ഒരു പങ്കായമായി മാറാൻ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ബുൽമ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ തുരയേണ്ടുള്ളതെന്ന്. അതിനുശേഷം നമ്മുടെ ഗോകു അങ്ങോട്ട് തുരയാൻ തുടങ്ങുകയാണ്. തുരഞ്ഞ് എങ്ങനെയൊക്കെയോ കരയിലെത്തിക്കുന്നുണ്ട് ഗോകു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുൽമയുടെ കയ്യിലുള്ള ആ ക്യാപ്സ്യൂളുകളല്ലേ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ട ആ ഒരു ക്യാപ്സ്യൂളാണെങ്കിൽ കാണുന്നില്ല. അപ്പം ഉലോമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ക്യാപ്സ്യൂൾ കണ്ടോന്ന്. അപ്പം അത് ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ഗോകു അങ്ങോട്ട് വന്നതിന് ശേഷം പറയാണ് നീ എന്തിനാ ഇത്ര പേടിക്കുന്ന, നമ്മുടെ അടുത്ത് ആ ഊലോം എന്ന് പറയുന്ന പന്നിക്കുട്ടിയില്ലേ അവനെ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആയി മാറാം, നമുക്ക് അവനെ നീക്ക് ബൈക്കാക്കി മാറ്റാം, എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെയാണ് ആ കൊള്ളാലോ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ചുള്ളിച്ചാട്ടാണ്. എന്നിട്ട് നമ്മൾ ഊലോം ഇതെല്ലാം കേട്ടതിന് ശേഷം എൻ്റെ ഇനി പണി വാൾ ഇവിടെ നിന്ന് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോകു ഊലോമിനെയൊക്കെ തപ്പി ഇറങ്ങുകയാണ്, ഗോകും ബുൽമയും. അതിൻ്റെ ഇടയ്ക്കാണ് ബുൽമയ്ക്കൊരു ബുദ്ധി വന്നതിന് ശേഷം ഗോകുലിനൊക്കെ പന്നി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഊലോം എന്നൊക്കെ അവിടെ മറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം തന്നെ അവൻ്റെ വയറ്റിളകി പിടിച്ച് വളരെ ശബ്ദത്തോടെ പൊട്ടുവാണ്. എന്നിട്ട് അവൻ അവിടേക്ക് കുറ്റിക്കാട്ടിലോട്ട് ഓടുകയാണ്. വീണ്ടും ബുൽമ പന്നി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ശബ്ദവും സ്മെല്ലും ഒക്കെ കാരണം ഇവരെ കറക്റ്റ് ഊലോമിൻ്റെ അടുത്ത് തന്നെ ഊലോമിൻ്റെ സമീപത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ബുൽമ പറയാണ് ഞാൻ എപ്പോഴൊക്കെ പന്നി എന്ന് വിളിക്കുന്നുണ്ടോ അതുകൊണ്ട് അപ്പോഴൊക്കെ നീ വയറിളകും, കാരണം നീ എൻ്റെ ഗുളിക നീ കഴിച്ചിരിക്കുന്നത്, ഇപ്പം നീ എൻ്റെ അണ്ടർ കൺട്രോളിലാണ്, നീ ഇപ്പോൾ എനിക്കൊരു ബൈക്കായി മാറിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഊലോം അവിടെ നിന്ന് ഒരു സ്കൂട്ടറായി മാറുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എങ്ങനെയെങ്കിലും പോകാമെന്നും പറഞ്ഞതിന് ശേഷം ബുൽമ അതിനകത്തോട്ട് കയറി ചെയ്യുന്നതും അതങ്ങ് രണ്ടായിട്ട് മടങ്ങി വീഴാണ്. നമ്മുടെ ഊലോം പറയാണ് എന്നെക്കൊണ്ട് എൻ്റെ ഭാരം താങ്ങാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു ഷെട്ടി കൈമാറിയതിന് ശേഷം പറയുകയാണ് നീ ഇതിട്ടേക്ക്, നമുക്ക് സൂപ്പർ ഗേളിനെയൊക്കെ പോലെ പറന്ന് പോകാമെന്ന് പറയുന്നത്. ഇത് കേട്ടതും ബുൽമയ്ക്ക് ദേഷ്യം വന്നതിന് ശേഷം ആ ഒരു ഷെട്ടി എടുത്ത് തറയെടുത്ത് അടിക്കുകയാണ്. അത് ഊലോമാണ് എന്നെ എടുത്ത് തറയടിച്ചത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇവർ 3 പേരും കൂടെ ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്തൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ പോയി നമ്മുടെ ഗോകു പറയാണ്
നീ കാരണമാണ് ഈ ക്ലൗഡ് ഞാൻ പോലും ഉപേക്ഷിച്ചത്. നീ ഇങ്ങനെ വന്നാലോ, വേഗം വാ ബുൽമ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബുൽമ ഇപ്പോൾ ഒരു റിച്ചഡായിട്ടുള്ള പ്ലേസും വളരെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് എ സി ഒന്നും ഇല്ലാതെ പറ്റത്തില്ല. ഇവിടെ എ സി ഇല്ല, ഫുഡില്ല, ഒന്നുമില്ല, ഒരു ഫാൻ പോലും ഇല്ലാതെ ഞാൻ ഇനി അവിടെ ഇങ്ങനെ ജീവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നോണ്ടിക്കണം. അപ്പം തന്നെ നമ്മുടെ ബുൽമ അവിടെ ഒരു അരുവിന് കിടന്നതിന് ശേഷം റെസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങുകയാണ്. അവിടെ ഗോകുളാണ്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, എന്നും ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ വേട്ടയാടി കഴിക്കാൻ പോലും. അപ്പം തന്നെ അവിടെ എല്ലാം ഒന്ന് നോക്കുകയാണ് അവരൊന്ന്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൂരെ ഇന്നതിന് ശേഷം നമ്മുടെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ജീവി, ആ ഒരു ജീവിയാണെങ്കിൽ നമ്മുടെ ഗുലുവിനെയും ഗോകുവിനെയും നോക്കിക്കൊണ്ടിരിക്കുക. കൂടെ തന്നെ ഈ പയ്യനുണ്ട്. ആ പയ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഏരിയ വന്നതിന് ശേഷം എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ കയറി താമസിക്കുന്നു. എത്ര ധൈര്യം ഉണ്ടായിരിക്കും അവന്. നമുക്ക് അവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞതിന് ശേഷം ഗോകുവിൻ്റെ അടുത്തോട്ട് വന്നു. ഗോകുവിൻ്റെ അടുത്ത് എന്നതിന് ശേഷം പറയാം, ഇത് എൻ്റെ ഏരിയ, ഇവിടെ പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇവിടെ നിന്ന് നീയൊക്കെ പുറത്ത് പോകണമെങ്കിൽ നീ നിൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും പണവും എല്ലാം എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം തന്നെ അവിടെ നിന്ന് ആ ജീവിയില്ലേ, ആ ചെറുക്കൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ നീല കളറ് ഒരു ജീവിയുണ്ട്. ആ ജീവി ഊലാമിനെ തിരിച്ചറിയാണ്. ഊലാമ ഇവരൊക്കെ ഈ ഒരു ജീവിയും അടുത്ത കൂട്ടുകാരന്മാരായിരുന്നു ഒരു കാലത്ത്. അപ്പം തന്നെ നമ്മുടെ ഊലോമിനെ കണ്ടതിന് ശേഷം പറയണം, നീ ഒരു പേടിത്തൊണ്ടാ, നീ എപ്പോഴും ഇതാണ് പുറകെ പോയി ഒളിച്ചിക്കത്തേ ഉള്ളു, നീ വേറൊരു പേടിത്തൊണ്ടാ, നിനക്ക് അധികം പവറൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഗോകു കളിയാക്കുന്ന വ്യക്തിയോടെ, നിൻ്റെ ഫുൾ കാര്യങ്ങൾ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാലോടാ, നീ പണ്ട് തൊട്ടേ ഇങ്ങനെ ആയിരുന്നു, ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് ഇങ്ങനെ ആയിരുന്നു പറയാണ്. ഗോകു ചെറുതായിട്ടൊന്നും കളിയാക്കുക. ഇതൊന്നും കണ്ടിട്ട് ഊലോമിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അതിനുശേഷം പറയാണ്, ഇവിടെ ഞാൻ കുറേ നാൾ ഒരുമിച്ചായി നിന്ന് ഇവർക്ക് ഭയങ്കര പവറാണെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആ ചെറുക്ക അപ്പം തന്നെ ഒരു വാളെടുക്കുന്നുണ്ട്. വാളെടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് ആ പൈസയൊക്കെ എനിക്ക് തരാം. ഡാ പൊട്ട, നീ അവനോട് കളിക്കല്ലേ, അവൻ കരാട്ട ബ്ലാക്ക് ബെൽറ്റാന്ന് പറഞ്ഞ് അങ്ങ് ദൂരെ പോയതിന് ശേഷം ഡയലോഗ് അടിക്കുകയാണ്. ഗോകുവിനെ പറ്റി പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുവാണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണ്, ഇവ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ വാളടിച്ച് തെറിപ്പിക്കുക ഗോകു, നിന്നെ കൊണ്ടത് പറ്റും, ഞാനിവനെ അടിച്ച് തെറിപ്പിച്ചോളാം, നീ ആദ്യം നിൻ്റെ ഡയലോഗ് എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ചെറുക്കനാണെങ്കിൽ ആ വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. ഗോകു അതിൽ നിന്ന് നൈസിന് അങ്ങ് തെഞ്ഞു മാറി പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോകുവിനെ പല തവണ അറ്റാക്ക് വാളുകൊണ്ട് വീശുന്നുണ്ട് പല ആവർത്തി. പക്ഷെ ഇടയ്ക്ക് വെച്ചൊരു തവണ ആ ജീവിയുടെ തലയ്ക്ക് തന്നെ അത് കൊള്ളാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അവൻ അത് കഷ്ടിച്ചൊന്ന് നിർത്തിയത്. അപ്പം തന്നെ ഗോകു അങ്ങ് ദൂരെ നിന്ന് ചാടി വന്നതിന് ശേഷം അവൻ്റെ ആ ചുമന്ന സ്റ്റിക്ക് എടുത്ത് പങ്കരമായിട്ട് വലുതാക്കി അവനെ ഇട്ടടിക്കാൻ പോവാണ്. ഇത് കണ്ടതും ആ ചെറുക്കനിൽ നിന്ന് ഷോക്കാവുകയാണ്. ആ ഒരു സ്റ്റിക്ക് കണ്ടതിന് ശേഷം ഷോക്കായതിനു ശേഷം പറയുന്നത്, ഈ സ്റ്റിക്ക് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഗോകു, ഇതെൻ്റെ മുത്തശ്ശൻ്റെ സ്റ്റിക്കാ. നിൻ്റെ മുത്തശ്ശനോ? ആരാന്ന് പറ. എൻ്റെ മുത്തശ്ശൻ ഗോഹാൻ, അദ്ദേഹം ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫുൾ പവർ ഈ സ്റ്റിക്കുണ്ട്. ഈ സ്റ്റിക്ക് ഗോഹാനെ എനിക്കറിയാം. നീ എനിക്ക് ഈ സ്റ്റിക്ക് എനിക്ക് താ. ഞാൻ ഈ സ്റ്റിക്ക് എനിക്ക് തന്നാൽ നിന്നെ ഞാൻ ഇവിടുന്ന് വെറുതെ വിടാം. കൂടാതെ നിൻ്റെ ഉള്ളിലുള്ള ശക്തികളൊക്കെ എനിക്ക് തന്നേക്കെന്ന് പറയുകയാണ്. ഗോകു പറയാമെന്ന് ഇല്ലെന്ന് പറയുന്നു. അതന്നെ എന്തുണ്ട്, അങ്ങനാണോ എന്ന് ചോദിച്ചു. രണ്ടുപേരും ഒരു ഫൈറ്റിന് തയ്യാറാണ്. അവിടെ ആ ചെറുക്കനാണെങ്കിൽ ഓടി വന്ന് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഒരു കുറുക്കനെ പോലെയൊക്കെ കാണിച്ചു തരുവാണ്. എന്നുവെച്ചാൽ ഗോകുവിനെ ഒന്ന് കണ്ണ് ചിമ്മിക്കാൻ വേണ്ടി സമ്മതിക്കാത്ത രീതിയിൽ സ്പീഡിന് അടിച്ച് തെറിപ്പിക്കുകയാണ് അവിടെ ഉള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കോട്ട്. എൻ്റെ ഇടയ്ക്ക് തന്നെ ഊലാമ അവിടെ നിൽക്കുന്നതിന് എന്നെ ഒന്നും ചെയ്യലേ, ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും തരാവേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഊലാമ അവിടെ കിടന്ന് എന്ന് നിലവിളിക്കുകയാണ്. എന്നുവെച്ചാൽ ആ ചെറുക്കൻ നോക്കിയതിന് ശേഷം ചെറുക്കൻ ഒന്ന് നോക്കുകയാണ്. അപ്പം മറ്റേ ജീവി ഒരു ബാറ്റ് ആയതിനു ശേഷം ഊലമിൻ്റെ തലക്കിട്ടിട്ട് അടിയും കൊടുക്കുകയാണ്. പണ്ടോട്ട് ഊലം ഇങ്ങനെ പേടിത്തൊണ്ടനും മണ്ടനൊക്കെ ആയിരുന്നു. ഇപ്പം തന്നെ ഗോകു ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഇടുക്കിന്നൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം പറയാണ്, എന്നെ നീ അടിച്ചു തെറിപ്പിച്ചോ, എനിക്കിപ്പോൾ ഒന്നാമത് വിശക്കുന്നുണ്ട്, നീ അതിൻ്റെ കൂടെ എന്നെ ഇപ്പോൾ അടിച്ചു തെറിപ്പിച്ചതെന്തോ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ ആ ചെറുക്ക ഇടിക്കാൻ വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ഗോകു ഒറ്റയിടി അങ്ങ് വെച്ച് കൊടുക്കുന്നു. രണ്ടുപേരും ഇടിച്ചിടിച്ച് ഏറ്റവും അവസാനം രണ്ടുപേരും ആ വെച്ച് ചെറുക്കനെ ഇടിച്ചങ്ങ് കളിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും ആ ചെറുക്ക ഓടി വന്ന് ഇടിക്കാൻ പോകുന്ന സമയത്താണ് ബുൽമ എണീക്കുന്നത്. ബുൽമയെ കണ്ടപ്പോൾ രണ്ടുപേർക്കും ഇടയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലേക്കാണ് എന്താണെന്ന്. അതിനുശേഷം നമ്മൾ ആ ചെറുക്ക അവിടെ സ്റ്റക്കായി അങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബുൽമയെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ് ഒന്നും ചെയ്യാതെ. ആ ഒരു ബുൽമയെ ചെന്ന് നോക്കിയാണ്, ആരാണത്? ഇത്ര സുന്ദരനായിട്ടുള്ള ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല, അവനെ എനിക്ക് കല്യാണം കഴിക്കണം
എന്ന് പറയാണ്. അപ്പം തന്നെ ആ ചെറുക്കൻ അവിടെ നിന്ന് മാറിയതിന് ശേഷം പറയും, എൻ്റെ ഈ ശീലം എന്ന് നിൽക്കാനാണോ എന്തോ, പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല, എനിക്ക് ചലിക്കാൻ പോലും പറ്റുന്നില്ല, എൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നു പെണ്ണുങ്ങളെ കാണുമ്പോൾ, എനിക്കെന്താ ഇങ്ങനെ.